കോഴിക്കോട് പേരാമ്പ്ര RT ഓഫീസിലേക്ക് യുവജന സംഘടനകളുടെ പ്രതിഷേധം. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ പ്രതിഷേധിച്ചാണ് RT ഓഫീസിലേക്ക് DYFI, SFI ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കുന്നു. വിവരങ്ങളുമായി മേഘ മാധവൻ ചേരുകയാണ്. മേഘ, ഈ മത്സരയോട്ടം നിരവധി ജീവനെടുത്ത സാഹചര്യം കൂടി വരുന്നുണ്ട്. അത് കൂടി പരിഗണിച്ച് തന്നെയായിരിക്കും ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം. എന്താണ് ഈ മാർച്ചിന്റെ മറ്റു വിവരങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്? റൂട്ടിൽ അപകടം തുടർക്കഥയായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ബസ് തടയുന്ന രീതിയിലേക്ക് ഇന്നലെ മുതൽ പ്രതിഷേധം DYFI, SFI ഉൾപ്പെടെയുള്ള യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ RT ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് SFI, DYFI പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാന ആവശ്യം എന്നത് കഴിഞ്ഞ ദിവസം ഈ കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ ബസിന്റെ മത്സരയോട്ടത്തിനിടെ അപകടം വരുത്തി വെച്ചുകൊണ്ട് ഒരു 19കാരൻ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ മരണത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ബസ് ഇടിച്ച ഡ്രൈവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുക എന്നതാണ് പ്രധാന ആവശ്യം. കാരണം നിലവിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തത്. ഈ 18കാരന്റെ മരണത്തിനിടയാക്കിയത് ബസ് ദിശ മാറ്റി വന്ന് ഈ സ്കൂട്ടറിലേക്ക് ഇടിച്ചു വീഴ്ത്തുകയാണ്. അങ്ങനെയാണ് ഈ മരണം സംഭവിക്കുന്നത്. നിരവധി ആവശ്യങ്ങൾ ഈ ഉപരോധവുമായി, ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് DYFI, SFI മുൻപോട്ട് വെക്കുന്നുണ്ട്. അപകടം വരുത്തിവെച്ച ഒമേഗ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കുക, ബസ് സ്റ്റാൻഡിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കുക, അതിനൊപ്പം മത്സര ഓട്ടം പ്രോത്സാഹിപ്പിക്കുന്ന ബസ് സ്റ്റാൻഡിലെ ഏജന്റുമാരെ പൂർണ്ണമായും ഒഴിവാക്കുക, ബസ്സുകളുടെ സമയദൈർഘ്യം വർദ്ധിപ്പിക്കുക. നിലവിൽ 3 മിനിറ്റ് ഇടവേളയിലാണ് ബസ് ഓടുന്നത്, ആ ദൈർഘ്യം വർദ്ധിപ്പിക്കുക. അങ്ങനെ നിരവധി ആവശ്യങ്ങളാണ് മുൻപോട്ട് വെക്കുന്നത്. വലിയ പ്രതിഷേധമാണ് കോഴിക്കോട് പേരാമ്പ്ര സബ് RT ഓഫീസിന് മുമ്പിൽ നടക്കുന്നത്. ഒരു ഭാഗത്ത് SFI, DYFI പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. മറ്റ് യുവജന സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അതായത് SFI, DYFI പ്രവർത്തകർ, യൂത്ത് ലീഗ് പ്രവർത്തകർ തമ്മിൽ നേരിയ രീതിയിൽ ഒരു പ്രശ്നമുണ്ടാകുന്ന സാഹചര്യം ഒക്കെ തന്നെയും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ബസ്സുകളിൽ യാത്ര വലിയ തരത്തിൽ ദുഷ്കരമായി മാറുന്നു. ഓരോ ബസ്സുകൾ തമ്മിൽ വലിയ തരത്തിൽ മത്സരമോട്ടം ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം, അതായത് മെഞ്ഞാന്നാണ് ഇത്തരത്തിലൊരു 19കാരൻ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. 2 ബസ്സുകൾ, അതായത് ഒമേഗ ബസ്സാണ് ഈ 19